21 ഇടങ്ങളിൽ ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പരിശോധന പുരോഗമിക്കുകയാണ്. പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും അതുപോലെ ദേവസ്വം ബോർഡ് ഓഫീസുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ പരിശോധിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായിട്ടാണ് 21 സ്ഥലങ്ങളിൽ ഇഡിയുടെ വ്യാപകമായ പരിശോധനയും റെയ്ഡും ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള കോടതി ഉത്തരവ് വന്നതിന് ശേഷം വിവിധ യൂണിറ്റുകൾ ഉൾപ്പെട്ടാണ് ഇപ്പോൾ പരിശോധന. കൊച്ചി, കോഴിക്കോട്, ചെന്നൈ, ബാംഗ്ലൂർ യൂണിറ്റുകളാണ് റെയ്ഡ് നടത്തുമ്പോൾ എൻ വാസുവിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിൻ്റെ പേട്ടയിലെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യാപകമായി കേരളത്തിലെ റെയ്ഡിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളാണ് പ്രധാനമായും റെയ്ഡിൽ പങ്കെടുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലും ഇപ്പോൾ പരിശോധന നടത്താനായി ഉദ്യോഗസ്ഥന്മാർ എത്തി. എന്നാൽ അവിടെ ജീവനക്കാരെത്താത്തത് മൂലം അവർക്ക് പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു. ബി ദിലീപ് കുമാർ വീണ്ടും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ്, ശരിക്കും വ്യാപകമായ ഒരു റെയ്ഡാണ് ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. SKN വളരെ വ്യാപകമായ പരിശോധന തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 21 സ്ഥലങ്ങളിൽ ഒരേ സമയം ജീവനക്കാരെ വിന്യസിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധനയാണ് ഇഡി നടത്തുന്നത്. ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളുടെ സംബന്ധിച്ച് നേരത്തെ തന്നെ പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ, അവർ നൽകിയ മൊഴികളുടെ പകർപ്പുകൾ, മറ്റു വിവരങ്ങൾ കണ്ടെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്ത തെളിവുകൾ എന്നിവയുടെ സർട്ടിഫൈഡ് കോപ്പികളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കോടതി മുഖേന വാങ്ങിയിരുന്നതാണ്. വിശദമായ പരിശോധന നടത്തി ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച തെളിവെടുപ്പ് കൂടി, പരിശോധന കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അധികാരം ഇക്കാര്യത്തിൽ ഉപയോഗിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലുള്ള നടപടികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കും. ആന്ധ്ര മുതൽ കേരളം വരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുഴുവൻ യൂണിറ്റുകളിലെയും ജീവനക്കാരെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. രാവിലെയാണ് ഈ പരിശോധന ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് എൻ വാസുവിന്റെ പേട്ടയിലുള്ള വസതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആറ്റിങ്ങലിന് സമീപം കാരേറ്റുള്ള വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരേറ്റുള്ള വീടാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നതിനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. ആ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. കാരേറ്റുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ, ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിന് സമീപം കാരേറ്റുള്ള വീട്ടിലാണ്, വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 24ന്റെ സ്ക്രീനിൽ കാണുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം കാരേറ്റുള്ള വീടാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. അതുകൊണ്ട് ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നതിനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലും പ്രതികളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ വസതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതികളുടെ വീടുകളിൽ ചെന്നൈയിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഉരുക്കിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തുന്നുണ്ട്. ബംഗളൂരുവിൽ പരിശോധന, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആരെയൊക്കെ പ്രതികളാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം വസതികളിലും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനങ്ങളിലുമൊക്കെ വിശദമായ പരിശോധനയാണ് ED ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അവർ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഈ പ്രതികളുടെ വീടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏതായാലും ED രംഗത്തിറങ്ങിയിരിക്കുകയാണ്, ED കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ECIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ED അതിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടക്കുകയാണ്. SKN.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.